ക്രിസ്മസ് ആഘോഷ രാവിലേക്ക് നാട്. ലോകത്തിന് പ്രത്യാശയുടെ സന്ദേശമേകി നാളെ ക്രിസ്മസ്. പുൽക്കൂടൊരുക്കിയും നക്ഷത്രങ്ങൾ തെളിയിച്ചും തിരുപ്പിറവി ആഘോഷമാക്കാനൊരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ. ക്രിസ്മസിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് കൊച്ചി. നഗരത്തിലെ പ്രധാന വിപണികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൊച്ചി ബ്രോഡ്വേയിൽ നിന്ന് അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജീഷ്, എല്ലാ ആഘോഷങ്ങളെയും അതിഗംഭീരമാക്കി മാറ്റുന്ന സ്ഥലമാണ് കൊച്ചി. ബ്രോഡ്വേയിലെ സ്വാഭാവികമായും വലിയ തിരക്കുണ്ടാവും, വിപണികൾ സജീവമായിരിക്കും. എന്താണ് ബ്രോഡ്വേയിൽ നിന്നുള്ള കാഴ്ചകൾ, അജീഷ്? റിജിത്ത്, അല്ലെങ്കിലും ബ്രോഡ്വേ വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ്. എന്നാലും നമ്മൾ ഈ ക്രിസ്മസിൻ്റെ തലേ ദിവസം ഇവിടെ വന്ന് നിൽക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് എത്രത്തോളം നമ്മളിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കടകളിലൊക്കെ തന്നെ ഈ തൂക്കിയിട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ, ലൈറ്റുകൾ, പലതരത്തിലുള്ള ഫാൻസി ഐറ്റംസുകൾ, ഇതെല്ലാം കാണുമ്പോൾ ക്രിസ്മസ് നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ ഈ തിരക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഈ നടന്ന് വരാൻ പോലും അത്രയും പാടുപെട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. അത്രയധികം തിരക്കാണ്. ഈ ആളുകൾ, ഭൂരിഭാഗം ആളുകളും ഈ സാധാരണക്കാരായ ആളുകൾ, അവർ ചെറിയ വരുമാനം കൊണ്ട് അവർ ക്രിസ്മസ് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് അവർ ഈ നാളത്തെ ഒരൊറ്റ ദിവസം ഏറ്റവും മനോഹരമായി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രോഡ്വേയിലേക്ക് ഇന്ന് കൂടുതലായിട്ടും ആളുകൾക്ക് എത്തി. നമുക്ക് ഇവിടുത്തെ ആളുകളോട് ചോദിച്ചു, ചേച്ചി എന്തൊക്കെ സാധനമാണ് വീട്ടിലത്തേക്ക് മേടിച്ചത്? ഇഷ്ടംപോലെ സാധനമുണ്ട്. ഈ ക്രിസ്മസിൻ്റെ ഗാർലൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇവിടെ ചിലവാകുന്നത്. പ്രീമിയർ ഫാൻസിയുടെ ഷോപ്പാണിത്. ഇവർക്ക് 3 ഷോപ്പുണ്ട്. ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ വളരെ അപൂർവമാണ്. ആളുകൾ കൂടുതലും ചോദിച്ചു വരുന്നത് എന്താണ്? ഈ ചെറിയ നക്ഷത്രങ്ങളൊക്കെയാണ് ഏറ്റവും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. ഈ ചെറിയ സ്റ്റാറുകൾ, അതായത് ഈ ലൈറ്റുകളൊക്കെ ആയിരിക്കുമല്ലോ. അതെ, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൂടുതൽ പോണത്. അതിൽ ക്രിസ്മസ് ഗാർലൻസ്, അതിനോട് ഹാങ്ങിങ്സ് ആയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും, അതൊക്കെയാണ് കൂടുതൽ ഇവിടെ ചിലവാകുന്നത്. ഇവിടെ എല്ലാം വിലക്കുറച്ച് കിട്ടുന്നുണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടുന്നൊരു സ്ഥാപനം കൂടിയാണത്. വളരെ സന്തോഷമാണ് എല്ലാവർക്കും. അപ്പോൾ ഇതാണ് ഈ വലിയ തിരക്കിൽ തന്നെയാണ് ഇവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ ചേച്ചിയാണ് ഈ പറഞ്ഞത്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് അടുക്കടുക്കെ വലിയ തിരക്കാണ്. സാധാരണക്കാർ ചെറിയ സാധനങ്ങൾ പോലും ഇപ്പം ഈ അടുത്തുള്ള ദിവസങ്ങൾ, ശനി, ഞായർ, ഇനിയിപ്പോൾ നാളെ അവധിയാണ്. ഈ 3 ദിവസം അവധി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് ഈ ബ്രോഡ്വേ മാർക്കറ്റുകളിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുണ്ട്. മോനെ, എന്താ സ്റ്റാർ വല്ലതും വാങ്ങിച്ചോ? ഒന്നും വാങ്ങിച്ചില്ലേ? അതെന്താ ഒന്നും വാങ്ങിച്ചിരുന്നില്ലേ ഉമ്മച്ചി? ഉമ്മച്ചിയെ കൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടേ പോവാ കേട്ടോ. നിനക്കെന്താ വേണ്ടേ? നീ പാട്ട് പാടുവോ? പാട്ട് പാടില്ല. ഒരു പാട്ട് പാടി തരുമോ ചേട്ടന്? ഒരു പാട്ട് പാടി. ചേട്ടൻ പാടി തരുമോ? ശരി, എന്നാ നല്ലൊരു സ്റ്റാർ നോക്കി എടുത്തോ. അപ്പൊ ഇതാണ് റീജിത്തെ ഈ ബ്രോഡ്വേയിലെ ഒരു പൊതു അന്തരീക്ഷം. ക്രിസ്മസ് നമ്മുടെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു. ആൾക്കാർ വലിയ സന്തോഷത്തിൽ അവർ നാളെ ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള സാധനങ്ങൾ വാങ്ങുവാനായി ബ്രോഡ്വേയിലെത്തുന്നു. ചെറിയ നക്ഷത്രങ്ങൾ മുതൽ ചെറിയ ഫാൻസി ലൈറ്റുകൾ, അങ്ങനെ പലതരത്തിലുള്ള, അങ്ങനെ തൊപ്പികൾ മുതൽ പല സാധനങ്ങൾ വാങ്ങുവാൻ, പാപ്പാഞ്ഞിയുടെ വേഷമടക്കം വാങ്ങുവാനായി ആളുകൾ ബ്രോഡ്വേ മാർക്കറ്റിൽ ഇങ്ങനെ വലിയ രീതിയിൽ തിക്കും തിരക്കിപ്പെട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബ്രോഡ്വേയിലെ കാഴ്ചകൾ ഇതാണ്. കൊച്ചിയിലെ മറ്റു സ്ഥലങ്ങളിലെല്ലാം കാഴ്ചകൾ ഇത് തന്നെയാണ്. കാരണം വലിയ തിരക്ക്. നമുക്ക് ചേട്ടാ വീട്ടിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോ? ഇപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ടാവും വിചാരിച്ച് വന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ കാര്യം വലിയ തിരക്കാണ്. ഇപ്പോൾ വലിയ തിരക്കാണല്ലേ? ഞങ്ങൾ തിരക്ക് കുറഞ്ഞ സമയമായിരിക്കും എല്ലാവരും പോയിട്ടുണ്ടാവും വിചാരിച്ചിട്ട് വന്നതാണ്. വീട്ടിൽ ഈ കുട്ടികളൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ട് കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നല്ലോ, സ്റ്റാറിൻ്റെ അച്ചോട് വരുന്നില്ല. അത് കാരണം ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തവരോട്ട് ഇപ്പോൾ വരാമെന്ന് വെച്ചിട്ട് വൈകിട്ട് ഇറങ്ങിയത്. വിലയൊക്കെ എങ്ങനെയുണ്ട്? വിലയൊക്കെ വളരെ റീസണല്ല. അവർക്ക് ഇനി ബാക്കി വരുന്നതല്ല, അതെല്ലാം വിറ്റ് തീർക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം അല്ലേ? അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ്. ഇപ്പം കച്ചവടക്കാർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചോ. നമ്മൾ എങ്ങനെയുണ്ട് ബൈ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? പ്രാവശ്യം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിലും അപേക്ഷിച്ച് ഇപ്രാവശ്യം അതിൻ്റെ ഡബിൾ നടന്നിട്ടുള്ള ഇതാണ്. ഞങ്ങളുടെ ഷോപ്പാണ് കാണുന്നത്. ഇതെല്ലാം കലയിരിക്കുകയാണ്. സാധനം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റും ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഹോൾസെയിൽ പ്രൈസ് തന്നെ ഇവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ റീറ്റെയിൽ ഇത്ര തിരക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മെത്ര സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലറാണ് കാര്യം. ഹോൾസെയിൽ റേറ്റ് തന്നെ റീറ്റെയിൽ കൊടുക്കും. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ കോവിഡും മറ്റേ പ്രളയവും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 2-3 വർഷമായിട്ട് ആകെ ഡള്ളായിരുന്നില്ല മാർക്കറ്റ്. ഈ വർഷമാണ് ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഉണർന്നു നിൽക്കുന്നത് അല്ലേ? ബിസിനസ് നടന്നിട്ടുണ്ട് ഈ പ്രാവശ്യം എല്ലാവർക്കും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഈ ഡ്രസ് ഐറ്റംസാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനത്തെ ഈ ബലൂൺസ്, ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഡെക്കറേഷൻ ചെയ്യുന്നവർക്കും ട്രീ ചെയ്യുന്നവർക്കും എല്ലാവർക്കും നല്ല രീതിയിൽ ബിസിനസ് നടന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. ഈ പ്രധാനമായിട്ട് പോകുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് ആൾ ചോദിച്ചത്? അത് ഡെക്കറേഷൻ സാധനങ്ങളാണ് കൂടുതൽ പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ഡ്രസ്സുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഓക്കെ തന്നെ, താങ്ക് യു. ഇപ്പം ചില മോളെ എന്താ സാധനം മേടിച്ചേ?
കുറച്ച് സംഭവങ്ങൾ മേടിച്ചായിരുന്നു. ആണോ? എന്താ ഇതാണോ മേടിച്ചത്? ഒപ്പം മേടിച്ചത്? അതെ. വേറെ ഒന്നും മേടിച്ചെന്നില്ല? വേറെ എന്താ വാങ്ങാൻ പോകുന്നേ? എന്താണെന്ന് എനിക്കറിയില്ല. ഒരു ക്രിസ്മസ് പാട്ട് പാടിത്തരോ? സ്കൂളിൽ പഠിപ്പിച്ചേ? എന്നുവെച്ചാ അറിയാം, പക്ഷെ ഓർമ്മയില്ല. ഏതെങ്കിലും ഒരു പാട്ട് ചിലപ്പോൾ ഓർമ്മ വരും. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. അടിപൊളി. എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികൾ, കൂടുതൽ ഈ കുട്ടികൾ ഈ മാർക്കറ്റിലേക്ക് എത്തുന്നു. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇതേപോലത്തെ പാപ്പാഞ്ഞിയുടെ തൊപ്പിയും ഇങ്ങനെ തലയിൽ ധരിച്ചുകൊണ്ട് ഈ ബ്രോഡ്വേയുടെ ഈ വശങ്ങളിലൂടെയൊക്കെ നടക്കുന്ന കുട്ടികളെ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം കാണാം. പ്രത്യേകിച്ച് ഈ ബലൂണ് തരുമോ ചേട്ടനെ? തരുമോ? അയ്യോ, എന്ത് സ്നേഹമുള്ള വെച്ചോ കേട്ടോ. ചേട്ടാ, എന്തൊക്കെ മേടിച്ചു? അപ്പോൾ കുട്ടികൾക്ക് പല സാധനങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളൂ. കാരണം ഒരുപാട് ഐറ്റംസ് വാങ്ങാനുണ്ട്. എന്തൊക്കെയാണ് കുട്ടികളുടെയൊക്കെ ഒരു ഇഷ്ടം? ബലൂൺ ഐറ്റംസ്, പിന്നെ ട്രീ, പിന്നെ പുൽക്കൂൾ സെറ്റ്. ഈ നേരെ ബ്രോഡ്വേയിൽ മാത്രമേ വന്നുള്ളൂ? വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ഇനി? ഇവിടെ തന്നെ, വീട്ടിലേക്ക് ഇഷ്ടാവൂലേ ഇപ്പം തന്നെ. ഇനി അടുത്ത നാളെ ഭക്ഷണം എന്തൊക്കെയാണ് നാളെ പ്ലാൻ ചെയ്യുന്നത് ക്രിസ്മസ് ആയിട്ട്? എല്ലാം ഉണ്ടാവും, മിക്ക ഐറ്റംസ് ഉണ്ടാവും. മീറ്റ് ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇനി അതും വാങ്ങിച്ചിട്ട് നേരെ പോവുക? അത് രാവിലെ തന്നെ സെറ്റ് ചെയ്ത്. രാവിലെ തന്നെ സെറ്റ് ചെയ്തതല്ല. അപ്പം ഇനി അവധി ആയതുകൊണ്ട് ഇനിയിപ്പം വേറെ രാത്രി പള്ളിയിൽ പോകണമല്ലോ. അപ്പം ഈ അവധി ആയതുകൊണ്ട് ഒരിടത്തും പോയിട്ടില്ല. എല്ലാവരും ഉണ്ട്, ബന്ധുക്കളെല്ലാം വന്ന് ഇനി ആഘോഷിക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതാണ് ഈ ക്രൈസ്തവ വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്മസ്. കാരണം പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് പരീക്ഷയൊക്കെ അതിൻ്റെ ഒരു ഭാരമൊക്കെ അഴിച്ചു വെച്ച് കുട്ടികൾ എന്തായാലും ആഘോഷിക്കാൻ പോകുന്നു. ക്രിസ്മസ് മാസം എന്ന് പറയുമ്പോൾ വലിയ തണുപ്പിൻ്റെ ഒരു മാസമാണ്, അവധിയുടെ മാസമാണ്. അങ്ങനെ ആളുകളൊക്കെ അവരുടെ അധ്വാനത്തിൻ്റെ ആ ഒരു ഭാണ്ഡമൊക്കെ ഇറക്കി വെച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസം. കഴിഞ്ഞ ഞായർ, ഇനി നാളെയും കൂടി അവധി ദിവസം. അതുകൊണ്ട് അവരുടെ എല്ലാ ഭാരവും ഇറക്കി വെച്ച് ആഘോഷിക്കുകയാണ്. അവരുടെ കുടുംബവുമൊത്ത് ഇതേപോലുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊക്കെ ഇറങ്ങി അവരുടെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നു. ഇനി നാളത്തെ ക്രിസ്മസിന് പാതിരാ കുർബാനയ്ക്ക് ശേഷം രാവിലെ ആദ്യ കുർബാനയും കഴിഞ്ഞ് പിന്നീട് ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ അത് തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ ഈ മാർക്കറ്റുകൾ എല്ലാ വിപണിയിലും വലിയ തിരക്കാണ്. എന്തായാലും സ്ത്രീകളോട്, ചേച്ചി എന്തെങ്കിലും വാങ്ങിച്ചോ? പിന്നെ അതേ സഞ്ചി ഇറച്ച് വാങ്ങിച്ചു. എന്താ ഉള്ള നോക്കട്ടെ, കാണിച്ചോ. പച്ചക്കറികളൊക്കെയാണോ? ബിരിയാണി അരി. അടിപൊളി. നാളെ ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത്. ചിക്കനോ ബീഫോ? ചിക്കൻ. അടിപൊളി. ബീഫിന് വില കൂടുതലല്ലേ. എല്ലാം കഴിഞ്ഞോ? എന്നൊക്കെ തിരിച്ചു പോവുകയാണ്? അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു? പോണേ, ഇത് അവിടെ നിന്ന് ഒന്നും കൂടി നോക്കണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതാണ് രജിത്ത്. ഈ വീട്ടമ്മമാരടക്കം എല്ലാവരും ഇറങ്ങി നാളെ ബിരിയാണിയും ബീഫും മപ്പാസും എല്ലാം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നാളെ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. ബ്രോഡ്വേയിൽ നിന്ന് കാഴ്ചകൾ പങ്കുവെക്കുകയായിരുന്നു അജീഷ് ജയകുമാർ. വലിയ തിരക്ക് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രധാന വിപണികളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു.